ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. അപ്പോൾ ഇന്ന് ഞാൻ യൂണിവേഴ്സിറ്റി പോകുന്നതൊക്കെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് എൻ്റെ മാമൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഫ്രണ്ടും ഫാമിലിയും ഇവിടെ എഡിൻബർഗ് തന്നെയാണ്. അപ്പം അവരുടെ വീട്ടിലാണ് നേരെ വന്നത് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അക്കോമഡേഷനിലോട്ട് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനാണ് എടുത്തേക്കുന്നത്. അപ്പം അതിലൊരു ചെറിയ ഇഷ്യൂ അല്ല, ഒരു ചെറിയൊരു പ്രോസസ്സും കൂടെ ബാക്കിയുണ്ട്. അപ്പം അത് ഒരു മെയിൽ ഞാൻ മിസ് ഔട്ടായിപ്പോയി. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിലോട്ട് പോകാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്നത് പോയിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് അത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്ന് 10 o'clock ക്ലാസ്, പക്ഷെ ഞാൻ 9 o'clock തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഇന്ന് തന്നെ അക്കോമഡേഷനിലോട്ട് മാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കാം. എന്തായാലും ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. ഡ്രസ്സ് ഇപ്പോഴേ മാറണ്ട, ഇപ്പോൾ 6:30 ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഐ ഡോണ്ട് നോ എന്താവും എന്നൊക്കെ. കുറച്ച് പേടിയുണ്ട് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ. കാരണം എനിക്ക് ഇവിടെ ആരുമില്ല, ഫ്രണ്ട്സോ എൻ്റെ കൂടെ പഠിച്ചതായിട്ടോ അങ്ങനെ ആരുമില്ല. അപ്പോൾ ഇന്നലെ ഇപ്പം എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ 3 പയ്യന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഫ്രണ്ട്സായിട്ടും ഗ്യാങ് ആയിട്ടൊക്കെയാണ് സെയിം യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ താമസിക്കുന്നതൊക്കെ ഒരുമിച്ചാണ്. അപ്പം അവർക്കങ്ങനെ വലിയ ടെൻഷൻ ഇല്ല. കാരണം അവർ അറിയണ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഒരാളെ അറിയില്ല സ്കോട്ട്ലൻഡിൽ. എനിക്ക് ആരുമില്ല സ്കോട്ട്ലൻഡിൽ. എനിക്കുള്ളതൊക്കെ ലണ്ടൻ സൈഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെല്ലാം അഡ്ജസ്റ്റായി വരും. ന്യൂ എക്സ്പീരിയൻസ്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ട്രാവൽ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു, അതും പുതിയൊരു സ്ഥലത്ത്, പുതിയതായിട്ടുള്ളൊരു കൾച്ചർ. അപ്പം വെരി ന്യൂ എക്സ്പീരിയൻസ്. അപ്പം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടൊന്നും ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഇപ്പം ഞാനിവിടെ ഒരു ഭയങ്കര നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിലായിരുന്നു ഞാൻ വന്ന്. ഞാനിപ്പോൾ എൻ്റെ മാമൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാന്ന് പറഞ്ഞില്ലേ, ഭയങ്കര നല്ല ഫാമിലി ആയിരുന്നു. ഇവിടെ ഒരു ബേബി ഉണ്ട് ചെറിയ. അപ്പം എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫാമിലി അറ്റ്മോസ്ഫിയർ കിട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് അക്കോമഡേഷനിലാവുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പോയി എന്തായാലും ഫ്രഷ് ആവാൻ പോകാൻ നിന്നപ്പോഴേക്കും അമ്മ വിളിച്ചു. പിന്നെ അമ്മയായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അമ്മ ഞാൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ പയ്യെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞാനങ്ങനെ താഴേക്ക് വന്ന്. അപ്പോൾ ഇത് ഞാൻ നിന്ന വീടിൻ്റെ ബാക്ക് യാർഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ, ഇങ്ങനെ ഓരോ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പോകാൻ റെഡിയായി. എനിക്ക് 11 ആട്ടോ കോളേജ്. ഞാൻ നേരത്തെ 10 എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ ടൈം ടേബിൾ നോക്കിയപ്പോൾ 11 ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്കൊരു മെയിൽ അയച്ചിട്ട് അക്കോമഡേഷൻ്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ മെയിലിൻ്റെ റിപ്ലൈ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എല്ലാം ലഗേജൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ ഇറങ്ങിയിട്ട് എല്ലാം അക്കോമഡേഷനിൽ കൊണ്ടുവച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാമെന്ന്. കാരണം 11 ആകുമ്പോൾ എത്തിയാൽ മതിയല്ലോ ക്ലാസ്സിൽ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരെ ക്ലാസ്സിൽ പോയിട്ട് പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് വന്നിട്ടാകുമ്പോൾ ലഗേജ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു 8:30 കഴിഞ്ഞു, 8:45 ആവാറായി. ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റപാട് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 4 degree Celsius ആയിരുന്നു. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ ഇങ്ങനെ എന്താ പറയുക, മുഖത്തൊന്നും തൊടാൻ പറ്റുന്നില്ല. എനിക്ക് പൊതുവെ തണുപ്പ് ഒരുപാട് ഇഷ്ടമല്ല. ഞാൻ ചൂട് എത്രയും സഹിക്കും, തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ജാക്കറ്റൊക്കെ ഇടുമ്പോൾ കുഴപ്പമില്ല.
ബാക്കി ഇനി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. രാവിലെ തന്നെ ചേച്ചി എനിക്ക് വയറ് നിറയെ ഫുഡൊക്കെ തന്നിട്ടാണ് എന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് വിട്ടത്. ഞാൻ കുടിക്കുന്ന ഇംഗ്ലീഷ് ടീ ആട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു ചിലപ്പോൾ നിനക്ക് ഇഷ്ടാവുമോയെന്ന് അറിയില്ല, നീ കുടിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നെ. പക്ഷെ എനിക്കിഷ്ടമായി. പിന്നെ എനിക്ക് ചേട്ടന് ഊബറൊക്കെ ബുക്ക് ചെയ്ത് തന്ന് ഞാൻ നേരെ ഊബറിൽ കയറിയതേ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ യൂണിവേഴ്സിറ്റി എൻട്രൻസ് കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ വലുതായിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പൊതുവേ ടെൻഷൻ കൂടുതലാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നിനക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്ട്രീമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയും നീ പേടി ടെൻഷൻ കുറച്ച് കുറയ്ക്കണം, അത് നിനക്ക് തന്നെയാണ് ബാഡ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഈ ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പകുതി വീഡിയോസും എടുത്തിട്ടില്ല. ഇതൊരു വളരെ കുട്ടി വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറി പിന്നെ ക്ലാസ് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമുക്ക് ഓരോ അവറും ഓരോ ക്ലാസ് റൂമിലൊക്കെയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് റിസപ്ഷനിൽ ഒരു മാപ്പൊക്കെ എടുത്ത് നോക്കി പിന്നെ ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ ക്ലാസ് റൂം കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് അവർ കുഴപ്പമില്ല, അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അവറിന് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. 2 മലയാളി കുട്ടികളാണ്. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ സെയിം സബ്ജക്ട്സ്, എൻ്റെ സെയിം ക്ലാസ്സിലാണ് അവർ. അപ്പം അങ്ങനെ അവരെ പരിചയപ്പെട്ടു. പിന്നെ കുറേ പേരെ പരിചയപ്പെട്ടു. പിന്നെ ഇവർ നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അവരുമായിട്ട് നല്ല കമ്പനിയായി. അവരെനിക്ക് കുറേ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്ന് പിന്നെ നമ്മൾ 2ാമത്തെ ക്ലാസ്സിലും പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അക്കോമഡേഷൻ കീ കളക്ട് ചെയ്തിട്ട് നേരെ അക്കോമഡേഷനിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ അക്കോമഡേഷനും വരുന്നത്. കാരണം ഇതൊരു വലിയ ക്യാമ്പസ് ആട്ടോ, ഒരു 300 ഏക്കറിലാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വലിയ ഏരിയ ആണിത്. ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇന്ന് 2 അവറായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ അക്കോമഡേഷൻ കീ ഒക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ റൂം അന്വേഷിച്ച്, ഇത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ അക്കോമഡേഷൻ വരുന്നത്. ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്, എൻ്റെ അക്കോമഡേഷൻ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ പോയിട്ടൊന്ന് സെറ്റാവട്ടെ. ഞാൻ ഗ്ലൗസ് ബാഗിൽ വെച്ചിട്ടില്ല, നോക്കിയിട്ട് തണുത്തിട്ട് വയ്യ. ഓക്കെ ബൈ. ഇതാണ് എൻ്റെ അക്കോമഡേഷൻ. ഇവിടെ ഈ ബിൽഡിങ്ങിലാണ്. ഇനി ഉള്ളിൽ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെത്തി. റൂമൊക്കെ കുഴപ്പമില്ല, എല്ലാം നല്ല നീറ്റും ക്ലീനൊക്കെയാണ്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ആയതുകൊണ്ട് എന്തായാലും നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, എന്തായാലും ഓക്കെ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളിപ്പം പുറത്തൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തന്ന ഫോട്ടോ പോലെ ആയിരിക്കില്ല നമ്മളിവിടെ വന്ന് കാണുമ്പോൾ എന്നൊക്കെ. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഒരു 6 months ഞാനിവിടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ആണ് എടുത്തേക്കുന്നത്. ചിലപ്പോൾ അതിന് ശേഷം ഞാൻ ചിലപ്പോൾ മാറുമായിരിക്കും. കാരണം ആദ്യമേ തന്നെ എടുക്കാത്തതിൻ്റെ ഒരു റീസൺ ഇപ്പം ഞാൻ പറഞ്ഞതും, പിന്നെ ഒരു റീസൺ നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയാണ് ട്രാവലിംഗ് ഒക്കെ പരിചയമായി വരാൻ കുറച്ച് സമയം എടുക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടും കൂടെ കൊണ്ടാണ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തത്. കാരണം ഇതാകുമ്പം ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം അങ്ങനെ രാവിലെ തന്നെ ബസ് പിടിച്ച് ഒന്നും വരണ്ട, ബസ്സോ ട്രാമോ ഒന്നും. അപ്പം കുറച്ചും കൂടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും പരിചയമായി വരുമല്ലോ സ്ഥലമൊക്കെ, അപ്പം നമുക്ക് റൂം മാറിയാലും കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് 6 months ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കണം. ചിലപ്പോൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ ഞാൻ 2 പേരെ പരിചയപ്പെട്ടു. 2 പേരും നല്ല നല്ല കുട്ടികളായിരുന്നു. നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികൾ. അപ്പോൾ 2 പേരും നല്ല ആൾക്കാരായിരുന്നു. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ കുറച്ചുകൂടെ നേരത്തെ എത്തി ഇവിടെ. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ അറിഞ്ഞതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ലൈക്ക് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഇവിടെ വന്നിട്ട്, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ, അതുപോലെ GP പോയി രജിസ്റ്റർ ചെയ്യാൻ, അങ്ങനെയൊക്കെ. അപ്പം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ കൂട്ടിന് ഒരുമിച്ച് താമസിക്കാൻ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 6 months കഴിയുമ്പം അങ്ങനെ മാറുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ ഓഫ് യൂണിവേഴ്സിറ്റി അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല 2 ഫ്രണ്ട്സിനെ കിട്ടി.
പിന്നെ വേറെ കുറേ പേരായിട്ട് സംസാരിച്ചായിരുന്നു. പിന്നെ ഇന്ന് 2 ലെക്ചറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. രണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലവരുടെ ആക്സെൻറ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ആവുമായിരിക്കും. നമുക്കങ്ങനെ ചിലപ്പോൾ ഒരു സ്പീഡിലൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കേട്ടിരിക്കണം. ഇന്ന് എൻ്റെ ക്ലാസ്സിലൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ വന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പയ്യൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവൻ പറയുന്ന ഒരു ഭാഗം മനസ്സിലാവുന്നില്ല. അവൻ നല്ല സ്പീഡിലാണ് പറയുന്നത്. അവൻ്റെ ആക്സെൻ്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പരമാവധി ഇങ്ങനെ ചെവിയൊക്കെ കൂർപ്പിച്ച് കേൾക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടും കുറേ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴും ഞാനെപ്പോഴും മറ്റേ അധികവും താഴെ വായിക്കും. കാരണം ചിലത് നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് സബ് ടൈറ്റിൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനധികം അത് വായിക്കും. അതുപോലെ നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ എല്ലാവരതൊന്നും ഇല്ല കേട്ടോ, ചില ആൾക്കാരുടേത്. അപ്പം അങ്ങനെ കുഴപ്പമുണ്ടാവില്ല, എല്ലാം അഡ്ജസ്റ്റായി വരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഇവിടുത്തെ എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്നൊക്കെ പറയൂ കമൻറ്റിൽ. ഞാനതൊക്കെ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് കുറേ ഫ്രീ ടൈമൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഫ്രീ ടൈം ഉണ്ട്. ഇനി കുറച്ച് കഴിയുമ്പം വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ റൂമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, റൂം ടൂർ പോലെ. ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. എൻ്റെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് എടുത്തു വെച്ച് ഒന്ന് എൻ്റെ റൂമാക്കി മാറ്റട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി ഫുൾ സ്കോട്ട്ലൻഡ് വീഡിയോസ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.